19-ാം നൂറ്റാണ്ടിൽ 10,000 രൂപയും 10 പറ നെല്ലും കരം നൽകിയിരുന്ന അതിപ്രതാപമുള്ള തറവാട് ആലുമൂട് മേട. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് മുണ്ടം എന്ന ദേശത്ത് 1700-നും 1729-നും മധ്യേ ആലമൂട് മേട സ്ഥാപിച്ചത്. ഇവിടുത്തെ തലപ്പൊക്കമുള്ള ആലമൂട്ടിൽ കൊച്ചുകുഞ്ഞ് ചാന്നാർ തിരുവിതാംകൂർ രാജാവിന് പോലും എത്തിപ്പെടാനാകാത്ത പ്രത്യേകതകളുള്ള ആളായിരുന്നു. ഐത്തവും തീണ്ടിക്കൂടായ്മയും അതിശക്തമായി നിന്നിരുന്ന അക്കാലത്ത് കേരളത്തിൽ ആദ്യമായി കാർ വാങ്ങിയത് ഈഴവ സമുദായത്തിൽപ്പെട്ട ആലുമൂട്ടിൽ കൊച്ചുകുഞ്ഞെന്ന ചാന്നാറായിരുന്നു. 1902-ലാണ് ഇദ്ദേഹം കാർ വാങ്ങിയത്. കേരളത്തിലെ ആദ്യമായി മോട്ടോർ സൈക്കിൾ വാങ്ങിയതും ഇദ്ദേഹമാണ്. അക്കാലത്ത് ഈഴവ സമുദായത്തിൽ പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലും തീണ്ടിക്കൂടായിരുന്ന കാലമാണെന്ന് ഓർക്കണം. തിരുവിതാംകൂറിലെയും മദ്രാസ് പ്രസിഡൻസിയിലെയും ഏറ്റവും വലിയ നികുതിദായകനായിരുന്നു അദ്ദേഹം. ഈഴവ സമുദായത്തിൽപ്പെട്ട ഈ കുടുംബത്തിന് തിരുവിതാംകൂർ മഹാരാജാവ് ചാന്നാർ സ്ഥാനം നൽകി ആദരിച്ച ജന്മി തറവാട് കൂടിയായിരുന്നു. ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് ഈഴവ സമുദായത്തിൽപ്പെട്ട ഈ കുടുംബം എങ്ങനെ സമ്പൽ സമൃദ്ധി കൈവരിച്ചു എന്നത് ഇന്നും വിസ്മരണീയമാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങളിൽ തന്നെ ആലമൂട് മേടയിൽ ചാങ്ങന്മാർ സമൃദ്ധിയുടെയും പ്രൗഢിയുടെയും കൊടുമുടിയിലെത്തി. വിദ്യാഭ്യാസ സാമ്പത്തിക പരാധീനതകൾ ഏറെ അനുഭവിക്കേണ്ടി വന്ന ഈഴവ സമുദായത്തിന് കൊച്ചുകുഞ്ഞ് ചാന്നാർ എന്നും പ്രചോദനമായിരുന്നു. അദ്ദേഹം തന്റെ കാറിൽ വരുമ്പോൾ ദിവാൻ എഴുന്നള്ളുന്നു എന്ന് ധരിച്ച് ജനങ്ങൾ കൈകൂപ്പിയതും ഇന്നും ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ്. തിരുവിതാംകൂറിലെയും മദ്രാസ് പ്രസിഡൻസിയിലെയും ഏറ്റവും വലിയ നികുതിദായകരായിരുന്ന ആലമൂട് കൊച്ചുകുഞ്ഞ് ചാന്നാർ ആദ്യമായി കേരളത്തിന് പുറത്ത് മേട വെച്ച മലയാളിയുമായിരുന്നു. കേരളത്തിൽ അദ്ദേഹത്തിന് 5 മേടകളാണ് ഉണ്ടായിരുന്നത്. ചാന്നാർ തറവാട്ടിലെ 11-ാമത്തെ കാരണവരായിരുന്നു കൊച്ചുകുഞ്ഞ് ചാന്നാർ. സ്വന്തമായി വിദേശത്തു നിന്ന് കാർ വരുത്തിയെങ്കിലും അക്കാലത്ത് ഈഴവർക്ക് സഞ്ചരിക്കാൻ വിലക്ക് ഉണ്ടായിരുന്ന കാലമായിരുന്നു. ആ വിലക്കിനെ മറികടന്ന നായർ സമുദായത്തിലുള്ള ഒരാളെ ഡ്രൈവറായി വെക്കുകയും ചെയ്തു. തുടർന്ന് ടൗൺ ഹാൾ മുതൽ ഡാണപ്പടി വരെ സഞ്ചരിക്കാൻ സ്വന്തമായ ചിലവിൽ റോഡും സ്ഥാപിച്ചു. ആ റോഡ് പിന്നീട് ദേശീയപാതയുടെ ഒരു ഭാഗമായി. വൈക്കം സത്യാഗ്രഹത്തിലെ പോരാളികളായ TK മാധവൻ, KP ഉദയഭാനു എന്നിവർ ആലുമൂട് കുടുംബാംഗങ്ങളായിരുന്നു. സമൂഹത്തിലെ സമൂലമായ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കായി പ്രവർത്തിച്ച ചരിത്രവും ആലുമൂട് മേടയ്ക്ക് അവകാശപ്പെട്ടതാണ്. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീമൂലം തിരുനാളിന്റെ ഉറ്റ സുഹൃത്തായിരുന്നു ആലുമൂട്ടിലെ കാരണവരായിരുന്ന ചാന്നാർ. രാജ്യത്തിന്റെ 37-ാമത്തെ നികുതി ആലുമൂട് തറവാടായിരുന്നു അടച്ചിരുന്നത്. തിരുവിതാംകൂർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട കപ്പം ഈ തറവാട്ടിൽ നിന്നാണ് രാജാവ് നൽകിയിരുന്നത്. ആലമൂടുകാരുടെ കണക്കപ്പിള്ളമാരിലും കാര്യസ്ഥന്മാരിലും കുശിനിക്കാരിലും പോലും സവർണരും ഉണ്ടായിരുന്നു. മേടയുടെ വാസ്തു സൗന്ദര്യം അവർണ്ണനീയമായിരുന്നു. തറവാടിന്റെ 2 വശങ്ങളിലായി കേരളത്തിന്റെ തനതായ വാസ്തുവിദ്യ വിളിച്ചോതുന്ന 8കെട്ടും ധാന്യപ്പുരയും പഴയ പ്രതാപത്തോടുകൂടി ഇന്നും അവശേഷിക്കുന്നു. എന്നാൽ ആലമൂട് മേടയ്ക്ക് പറയാനുള്ളത് കൊച്ചുകുഞ്ഞ് ചാന്നാർ എന്ന കാരണവരുടെ അരും കൊലയുടെ കഥയാണ്. 1921-ൽ കാരണവരുടെ അനന്തരവനായ AP ശ്രീധരൻ അദ്ദേഹത്തെ മാളികയിൽ കയറി വെട്ടിക്കൊല്ലുകയായിരുന്നു. മേടയുടെ താക്കോൽ കൂട്ടം കാരണവരിൽ നിന്ന് കൈവശപ്പെടുത്തി നിലവറ തുറന്ന് അവിടുത്തെ സൂക്ഷിച്ചിരുന്ന പണ്ടവും പണവുമെല്ലാം കൈക്കലാക്കി. ഇതൊന്നും അറിയാതെ ബാല്യക്കാരി പെൺകുട്ടി മേടയിലേക്ക് കടന്നു വരുന്നത്. ഈ കൊലപാതകത്തിന് യാദൃശികമായി ദൃക്സാക്ഷിയാകേണ്ടി വന്ന അവളെയും തെളിവുകളില്ലാതെ ആ മേടയിൽ വെച്ച് തന്നെ അതിക്രൂരമായി വെട്ടിക്കൊന്നു. പ്രതാപത്തിൽ തിളങ്ങി നിന്നിരുന്ന ആലമൂട് മേട ഈ കൊലപാതകങ്ങൾക്ക് ശേഷം ക്രമേണ ഭയപ്പെടുന്ന പ്രേതഭവനമായി മാറി. പ്രതികളെയെല്ലാം പിടികൂടുകയും കൊലപാതകം നടത്തിയ അനന്തരവനെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. കൊലപാതകത്തിന് ശേഷം തറവാടിൽ സ്ഥിരമായി ദുർനിമിത്തങ്ങൾ ഉണ്ടായി. പിന്നീട് അവിടെ ആരും താമസിച്ചിരുന്നില്ല. ഇതാണ് ആലുമൂട് മേടയെ ചുറ്റിപ്പറ്റിയുള്ള ചരിത്രം. ദുരൂഹത തുളുമ്പുന്ന ആ അന്തരീക്ഷം ഉണർത്തിവിട്ട സങ്കല്പങ്ങളാണ് മേടയെ ആസ്പദമാക്കി മധുമുട്ടത്തിന് മണിച്ചിത്ര താഴുന്ന മനോഹരമായ തിരക്കഥ എഴുതാൻ
പ്രേരകമായത്. പഴങ്കഥകൾ കേട്ടുവളർന്ന ഗംഗയുടെ ഏവൂർ ഗ്രാമത്തിനടുത്ത് തന്നെയാണ് ആലുമൂട് മേട ഉള്ളത്. ആലപ്പുഴ ജില്ലയിൽ നങ്ങ്യാർകുളങ്ങരയിൽ നിന്നും മാവേലിക്കരയിലേക്ക് വരുന്ന വഴിയിൽ മുട്ടം എന്ന കൊച്ചു ഗ്രാമത്തിൽ പഴമയുടെ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന മേട കാണാം. അരുങ്കൊലയുടെ മൂകസാക്ഷിയായി ആലുമൂട് മേട ഇന്നും നിലകൊള്ളുന്നു, പോയകാല പ്രൗഢിയുടെ സ്മരണയിൽ.